Please like and subscribe. എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ പറഞ്ഞാൽ കുക്കിങ്ങും പരിപാടിയൊന്നുമില്ല. നമ്മുടെ ചാനലിൽ നമ്മൾ സ്ഥിരം റാൻഡം റൈഡ്സ് എന്നല്ല പറയാറ്. ഇപ്പൊ ഇത് കുറച്ച് ട്രാവലിംഗ് പരിപാടി, വലിയ ദൂരത്തേക്കുള്ള യാത്രകളൊന്നുമല്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് പാടങ്ങൾ, വീടിന്റെ അടുത്തുള്ള കുറച്ച് പാടങ്ങൾ, തൊട്ടപ്പുറം എൻ്റെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ആ സ്ഥലങ്ങളിലൂടെയുള്ള ചെറിയൊരു ബൈക്ക് റൈഡ്, അത്രേ ഉള്ളൂ. വേറെ വലിയ യാത്രയൊന്നുമില്ല. എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുമെന്ന് നോക്കി നോക്കുക. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളും പാടങ്ങളും പരിപാടികളും കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കണ്ടു നോക്കി നോക്കും. ഓക്കെ, വീടിന്റെ സൈഡിൽ കൂടെയുള്ള വീടും പ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി. പോണ വഴിക്ക് കുറച്ച് ചായയും, നാട്ടിൽ നമ്മൾ സ്ഥിരം വൈകിട്ടൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണിത്. സൈക്ലിങ്ങിന് ഇതിനൊക്കെ പോയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊരു കുട്ടാടൻ പാടം എന്ന് പറയും. ഇത് വളരെ എന്താ പറയാ, വലിയൊരു പാടമാണ്. നമുക്ക് കാണാൻ പറ്റാതെ, അത് കാണുന്നുണ്ടാവും. അത് വലിയൊരു പാടാണ്. ഞങ്ങൾ വൈകിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കും, വർത്താനം പറയും, ഇവിടെ ചൂണ്ടലിടാനൊക്കെ വന്നിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണിത്. ഇന്ന് നമ്മളിങ്ങനെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ പിടിക്കാനുള്ള പരിപാടിയാണ്. നമ്മളെല്ലാ വൈകിട്ടും പണ്ട് ചെറുപ്പത്തിലൊക്കെ വന്നുകൊണ്ടിരുന്ന വഴികളിലൂടെ വീണ്ടും ഒരു തിരിച്ചുപോക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. ഇവിടെയാണ് നമ്മൾ പണ്ടേനെ വന്നിരുന്ന് ചൂണ്ടലിടാനും സൈക്ലിങ്ങിനൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഈ അമ്പലം നമ്മുടെ നാട്ടിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. AVML അമ്പലം എന്നൊക്കെ പറയും. ഇവിടെ ഏപ്രിൽ ആ സമയത്താണ് ഇവിടെ പൂരം പരിപാടിയൊക്കെ ഉണ്ടാകും. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഈ പോത്തിനെ വളർത്തുന്ന പരിപാടി ഇതൊക്കെ കാണാം. ഈ പാടത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളായ കാരണം ഇവിടെ പോത്ത് കൃഷിയും പരിപാടികളൊക്കെ ഇഷ്ടംപോലെ. ചെറിയ പോത്തുകുട്ടികൾ നിൽക്കുന്നുണ്ട്. ഉള്ളൊരു പാടത്തിനോട് ചേർന്നുള്ള വഴികളാണ്. മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫുള്ള് വെള്ളം കയറി ഭയങ്കര സീനാണ്. ഇപ്പൊ നല്ല രസമാണ് കാണാൻ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നല്ല വലിയ സ്ഥലമൊന്നും കിട്ടാ. ചെറുത് വലുതൊന്ന് കാണിച്ചു തരും. അമ്പോ, ഇത് എത്ര കിലോ വരൂടാ? ഒരെണ്ണം 1.5 കിലോ വരൂല്ലേ? ഓ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള വേറൊരു പാടം. സെയിം പാടത്തിന്റെ എക്സ്റ്റൻഷൻ തന്നെയുണ്ടാ, വേറെ ഇതൊന്നുമില്ല. അത് നായരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങളുടെ വീടിന്റെ ബാക്കില് ഒരേ ഇതന്നെ പാടങ്ങളൊക്കെ സെയിം തന്നെ. പല സ്ഥലത്ത് പല പേരിൽ അറിയാം. കുട്ടാടൻ പാടം മൊത്തത്തിൽ പറയാം. കുട്ടാടൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നു, പാടം ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ വന്ന് ഫുള്ള് കണ്ട ജനറേറ്റർ ഹൗസ്, പമ്പ് ഹൗസും പരിപാടികളൊക്കെ വന്നു. ഈ വീടുകള് ഇതൊന്നും പണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വഴി തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു പാടത്തിന് തനിക്ക് നടക്കാൻ പോയിട്ട് വഴിയായിരുന്നു. അപ്പൊ നല്ല അടിപൊളി എന്താ പറയാ, സെറ്റപ്പ് ആക്കി എടുത്ത് സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ കണ്ട ഇരിക്കാനുള്ള സെറ്റപ്പും. ആ ഒരു സ്ഥലം നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടതായിട്ട് ഓർമ്മയില്ല? ആ ഒരു സ്ഥലം പണ്ടല്ല, ഇപ്പോഴത്തെ ഒരു സിനിമ ഇറങ്ങി, ഗുരുവായൂർ അമ്പലം പറയുന്ന പൃഥ്വിരാജിന്റെ ബേസിലിന്റെ ഒക്കെ ആ സിനിമയില് ഉള്ളൊരു സ്ഥലമാണ്. ആ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ബേസില് അനശ്വരനെ ഫസ്റ്റ് കാണാൻ വരുന്ന ഒരു സ്ഥലമായിട്ട് അത് കാണിക്കുന്നുണ്ട്. വഴി ഇവിടെ വെച്ചിട്ടാണ് ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തുള്ളത്. അതിന്റെ അടിപൊളിയായിട്ടില്ലേ, ഒരു മറൈൻ ഡ്രൈവ്, കൊച്ചി മറൈൻ ഡ്രൈവിലൂടെ നടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ലേ. ഫുള്ള് മരങ്ങളും ചെടികളൊക്കെ വെച്ച്. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലൂടെ കണ്ടാലും നമുക്ക് ശരിക്കും ഇതിനൊക്കെ സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നില്ലേ. വൈകിട്ടൊക്കെ വന്ന് നടക്കും. ഇവിടെ വൈകിട്ടൊക്കെ പോലെ നടക്കാനും ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. എക്സസൈസ് ചെയ്യാനുള്ള പരിപാടിയാ. ഇതിങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, ഒന്നുമില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. ആഹാ, അടിപൊളി. ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും നല്ല സാധനങ്ങളൊക്കെ അത് ഇത്രയും നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയല്ലേ. അടിപൊളി. ഇതും നമ്മൾ വീണ്ടും ഒരു വേറെ ആ പാടത്തിന്റെ എക്സ്റ്റൻഷൻ തന്നെ. നമ്മൾ നേരത്തെ കണ്ട പാടങ്ങളില്ലേ, കുട്ടാടൻ പാടങ്ങൾ തന്നെയാണ് ഇത്. അതിന്റെ വേറെ എക്സ്റ്റൻഷനാണ്. പണ്ടൊക്കെ ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ,
ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരാൾ സഞ്ചരിക്കാത്തൊരു വഴി, ഭയങ്കര ഒരു സീൻ സ്ഥലങ്ങളായിരുന്നു, ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ റോഡും കാര്യങ്ങളും. ഇവിടെ രാത്രി വരുന്നത് ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ, നിങ്ങൾക്ക് അവിടെ ചായക്കടയും പരിപാടികൾ രാത്രിയൊക്കെ വന്നിട്ട് 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല രസമാണ്. ഈ വഴി കൂടെ വരുമ്പോൾ നല്ല ഇരുട്ടും, പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എത്തുമ്പോൾ അടിപൊളിയാണ്. ഈ വഴിയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പണ്ടെന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിൽ കൂടി ചായക്കട പോലും ഒരു മനുഷ്യൻ പോലും വരില്ല. നമുക്ക് അത്രയും പേടിയായിരുന്നു വഴി കൂടെ വരും. ഇപ്പൊ കണ്ടില്ലേ, വലിയ ആൾക്കാരും ബഹളമായില്ല, ഭയങ്കര അടിപൊളിയായി. കൂടുതൽ ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. നമ്മള് പാടത്ത് ഇത് കണ്ട, പണ്ട് ഇതൊരു നടപ്പാത ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഫുൾ സെറ്റപ്പ് ആയിക്കാണ്. നടപ്പാത, ബെഞ്ചുകള്, ഫുൾ എക്സസൈസുകള്, പരിപാടികള്, എന്താ പറയാ, വേറൊരു വെറൈറ്റി സംഭവമായി ഇപ്പോ. നമ്മൾ വേറെ കാശ് കൊടുത്തിട്ട് കൊടൈക്കനാൽ ഇവിടെയൊക്കെ പോണേക്കാട്ടും നല്ലത് എന്ന് പറയുന്നില്ല, എന്നാലും വെറുതെയൊക്കെ സമയം പോലെ നമുക്ക് വന്നിരിക്കാനും ജസ്റ്റ് ഒന്ന് നോക്കിയാ, അവിടേക്ക് നോക്കിയാ കൊക്കുകളെ നോക്കി, ഇത് കിടിലൻ ഫീലല്ലേ. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളാകുമ്പോൾ നമുക്ക് വരില്ല. പക്ഷെ ഇത് നമ്മളൊരു 100-500 കിലോമീറ്റർ ഓടിച്ചു പോയിട്ട് ഇത് ഭയങ്കര സെറ്റപ്പാണ് 4 പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല അടിപൊളി സീനുകളുണ്ട്, നല്ല രസമുള്ള കാഴ്ചകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വില വരില്ല. കാരണം ഇത് അടുത്താണല്ലോ, നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് 2 മണിക്കൂർ ഊട്ടിയും പോയി ബ്ലോക്കിൽ നിന്ന് ഒരു ദിവസം മുഴുവൻ ഊട്ടി പോകുന്ന തിരക്ക് കണ്ടിട്ടില്ലേ? 2 മണിക്കൂറല്ല കേരളത്തിലെ ആൾക്കാരൊക്കെ തിരിച്ചു പറഞ്ഞേക്കാന്ന് പറഞ്ഞ ബ്ലോക്ക് കാരണം. അവിടെയൊക്കെ ബ്ലോക്കിൽ പോയി രാവിലെ പുലർച്ചയ്ക്ക് ഇറങ്ങി വൈകിട്ട് 5 മണിയാകുമ്പോൾ അവിടെ എത്തി, ഹോട്ടലിൽ എത്തി, കിടന്നുറങ്ങി, പിറ്റേ ദിവസം നേരം വെളുത്ത് വരുന്ന ട്രിപ്പൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഇഷ്ടമുള്ളത്. ഇത് വെറുതെ വീടിന്റെ തൊട്ടപ്പുറത്ത് 2 കിലോമീറ്ററല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വിലയില്ല. കണ്ടാ, ഇതിപ്പോ നമ്മുടെ നാടാണെന്ന് പറയാൻ ജിമ്മ് ഈ സെയിം സാധനം ഇവിടെ എക്സസൈസ് ഉണ്ട്, നമുക്ക് വാക്കിങ്ങിനുള്ളതുണ്ട്. ഇത് നമുക്ക് പിടിക്കില്ല. അതെന്താ, ഇതിന് ജിമ്മിന് പോയിട്ട് കാശ് കൊടുക്കണ്ടല്ലോ, ഇത് ഫ്രീ ആയിട്ടുള്ളതല്ലേ. ഈ സെയിം സാധനം തന്നെ മാസം ഒരു 1000 രൂപ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും തൃപ്തി വരുമല്ലോ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അതായത് എന്തും ഫ്രീ, ഇപ്പം നമ്മൾ പറയില്ല, എന്തും ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വിലയില്ല. ഈ സെയിം സാധനം യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ വേണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു നോക്കിയാൽ അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. അപ്പം പറയും ഗവൺമെന്റ് ആൾക്കാരെ ഇതാക്കാണ്, പിടിച്ചു മേടിക്കുകയെന്നൊക്കെ പറയും. എന്തായാലും ആയിക്കോട്ടെ. പക്ഷെ ഇതൊക്കെ അടിപൊളി വെറുതെ യൂസ് ചെയ്യുക, എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൾക്കാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഉച്ചനേരത്ത് ഇപ്പം നമ്മുടെ പോലെ ഭ്രാന്താർക്കും ഉണ്ടാവില്ല ഇതൊന്നും ചെയ്യാൻ. എന്നാലും വൈകിട്ടൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വന്ന് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതായത് നമുക്ക് അധികം യാത്ര ചെയ്യേണ്ട കാര്യമില്ലേ, നമ്മുടെ വീടിന്റെ അത്ര അടുത്താണ് ഈ പരിപാടികളൊക്കെ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാവരുമായിട്ടൊന്ന് വന്ന് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കിടിലൻ സീനല്ലേ അത്.